ഓക്കെ, ദ നെക്സ്റ്റ് ട്യൂറിംഗ് മെഷീനകത്ത് നെക്സ്റ്റ് എന്ന് പറയുന്നത് മൾട്ടി ട്രാക്ക് ട്യൂറിംഗ് മെഷീൻ. ട്രാക്ക് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ലെവൽസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കമ്പാർട്ട്മെൻറ്റ്സിനെയാണ് നമ്മൾ ട്രാക്ക് എന്ന് പറയുന്നത്. സോ മൾട്ടി ട്രാക്ക്, നമ്മൾ സാധാരണ ഒരു ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ട്രാക്കാണ്. അതിനകത്ത് സിംഗിൾ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുന്നു. ഇപ്പോൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആയിരിക്കും, അല്ലെങ്കിൽ 0 ആണെങ്കിൽ 0 ആയിരിക്കും. ഇപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം സ്റ്റോർ ചെയ്യുന്നതാണ് സിംഗിൾ അല്ലെങ്കിൽ സാധാരണ നമ്മൾ പറയുന്ന ട്യൂറിംഗ് മെഷീൻ എന്ന് പറയും. ഇവിടെ മൾട്ടി ട്രാക്ക് എന്നാണ് പറയുന്നത്. സോ മൾട്ടി ട്രാക്ക് എങ്ങനെയായിരിക്കും ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ മൾട്ടി ട്രാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് മോർ ദാൻ 1 സെല്ലുകളാണ് നമ്മൾ പറയുന്നത്. സോ ഇവിടെ നമ്മൾ ഇത് ഇൻഫിനിറ്റ് ട്രാക്കുകളാണ്. സോ ഇതെന്ന് പറയുന്നത് ഇപ്പോൾ സേ എ ബി സി, ഇത് എ സി ബി, ബി ബി എ, ദെൻ സി എ ബി, ദെൻ നമ്മുടെ അതിൻ്റെ കറസ്പോണ്ടിങ് ബ്ലാങ്ക്. അപ്പോൾ ഈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് മൾട്ടി ട്രാക്ക്. ഇത് ഒരു ട്രാക്ക്, ദെൻ ദിസ് വൺ ഇസ് ദ നെക്സ്റ്റ് സെക്കൻഡ് ട്രാക്ക് ആൻഡ് ദിസ് വൺ ഇസ് തേർഡ് ട്രാക്ക്. അപ്പോൾ അതിനകത്ത് ഓരോ ട്രാക്കിനകത്ത് നമ്മൾ ഒരു സെല്ലാണ്, അതിനകത്ത് ഒരു ഇൻഫർമേഷനാണ് സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഒരു ട്രാക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു കോളം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒന്നിലധികം ഇൻഫർമേഷൻസ് നമ്മൾ ഡിഫറെൻറ്റ് ട്രാക്കിൽ സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതിനെ നമ്മൾ ഒരു ഫൈനൈറ്റ് കൺട്രോൾ വെച്ച് തന്നെയാണ് ഇതിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഇതിൻ്റെ നമ്മൾ ഓരോ നമ്മൾ സിംഗിൾ ടേപ്പിൽ എങ്ങനെ ചെയ്തു അതുപോലെ തന്നെയായിരിക്കും മൾട്ടി ട്രാക്കിനകത്തും ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ മൾട്ടി ട്രാക്കിനകത്ത് നമ്മളിപ്പോൾ ഡെൽറ്റ ഓഫ് Q0, നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ എ ബി സി എന്ന് പറയുന്ന ഇൻപുട്ട്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് Q0യിൽ നിന്ന് നമ്മൾ Q1 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് വന്നു. അവിടെ നമ്മൾ ഈ ഔട്ട്പുട്ട് ചിലപ്പോൾ ബി എന്നുള്ള രീതിയിലായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അതുപോലെ നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് മൂവ്മെൻറ്റ്സ് ഇത് നമ്മൾ പറയുന്നു. ഇത് മൾട്ടി ട്രാക്കിനകത്ത് നമ്മൾ റെപ്രസെൻ്റ്. സാധാരണ നമ്മൾ സിംഗിൾ ട്രാക്കിനകത്താണെങ്കിൽ ഡെൽറ്റ ഓഫ് Q0 എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q1 എ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഇപ്പോൾ ബി ആണെങ്കിൽ ബി, ദെൻ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ്, ഏതെങ്കിലും ഒന്നാണ് നമ്മൾ ഇത് സിംഗിൾ ട്രാക്കിനകത്ത് വരുന്നതാണ്. ഇതാണെങ്കിൽ മൾട്ടി ട്രാക്ക്, അതായത് ഒരു സിംഗിൾ ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഡേറ്റ മാത്രമേ കാണത്തുള്ളൂ. എന്നാൽ മൾട്ടി ട്രാക്കിനകത്താണെങ്കിൽ ഒന്നിലധികം, നമ്മൾ എത്ര ട്രാക്ക് പറയുന്നോ, എത്ര നമ്പർ ഓഫ് ട്രാക്സ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് ഇൻഫർമേഷൻസ് അറ്റ് എ ടൈം നമ്മൾ Q0 എന്ന് പറയുന്ന സ്റ്റാർട്ടിങ് സ്റ്റേറ്റിൽ നിന്നോ Q1 എന്ന് പറയുന്ന അടുത്ത സ്റ്റേറ്റിൽ നിന്നോ ഒക്കെ നമ്മൾ ട്രാൻസിഷൻസ് പറയുമ്പോൾ ആ ട്രാക്കിനകത്ത് വരുന്ന സെയിം കോളത്തിനകത്ത് വരുന്ന എല്ലാ ഇൻഫർമേഷൻസും കൂടിയാണ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ എ മാത്രം കൊടുക്കാൻ കാരണം ഇത് സിംഗിൾ ട്രാക്കാണ്. ഇവിടെ എ ബി സി കൊടുക്കാൻ പറഞ്ഞാൽ നമ്മൾ 3 ട്രാക്ക് യൂസ് ചെയ്യുന്നു. ആദ്യത്തെ ട്രാക്കിനകത്ത് എ, രണ്ടാമത്തെ ട്രാക്കിന് ബി, മൂന്നാമത്തെ ട്രാക്കിന്. അപ്പോൾ Q0യിൽ നിന്നുകൊണ്ട് എ കൊടുക്കുമ്പോൾ ബി കൊടുക്കുമ്പോൾ സി കൊടുക്കുമ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് സിംഗിൾ ട്രാക്ക് എന്ന് പറയുന്നത് മൾട്ടി ട്രാക്ക് സിംഗിൾ ട്രാക്കിന് ഇക്വലൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സിംഗിൾ ട്രാക്കിനെ നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ എ ബി സി, ഇവിടെ നമുക്ക് സാധാരണ നമ്മൾ എ എന്ന് മാത്രമേ സിംഗിൾ ട്രാക്കിനകത്ത് എഴുതാറുള്ളൂ. അപ്പോൾ അത് നമുക്ക് മൾട്ടി ട്രാക്കുമായിട്ട് ഇക്വലൻ്റ് ആക്കണമെങ്കിൽ നമ്മൾ ആ സിംഗിൾ ട്രാക്കിനകത്ത് എന്ത് എഴുതും? ആ ട്രാക്ക് മൾട്ടി ട്രാക്കിനകത്ത് എത്ര ട്രാക്സ് ഉണ്ടോ അത്രയിനകത്തും എന്തൊക്കെ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്തിട്ടുണ്ടോ അതെല്ലാം കൂടി ഒരു സെല്ലിനകത്ത് എഴുതും. അടുത്തത് എ സി ബി എന്നാണെങ്കിൽ അങ്ങനെ, ബി ബി സി ആണെങ്കിൽ അങ്ങനെ, ദെൻ നമ്മുടെ കറസ്പോണ്ടിങ് നമ്മുടെ ബ്ലാങ്ക് ടേപ്പിനകത്ത് വരുന്ന ബ്ലാങ്ക് സിംബൽ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ മൾട്ടി ട്രാക്ക് ട്യൂറിംഗ് മെഷീനെ നമുക്ക് എന്തുമായിട്ട് ഇക്വലൻ്റ് ചെയ്യാം? സിംഗിൾ ട്യൂറിംഗ് മെഷീനുമായിട്ട് ഇക്വലൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇക്വലൻ്റ് ചെയ്യാൻ ഒരേ ഒരു കാര്യമുള്ളൂ, എന്താണ്? സിംഗിൾ സെല്ലിനകത്ത് നമ്മൾ എഴുതുന്നത് ട്രാക്കിനകത്ത് വരുന്ന എല്ലാ ഒരു കോളത്തിനകത്ത് ട്രാക്കിൻ്റെ ഒരു കോളത്തിനകത്ത് വരുന്ന എല്ലാ ഇൻഫർമേഷൻസും കൂടി ഒരു സെല്ലിനകത്ത് നമ്മൾ കൊടുക്കും. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ സാധാരണ സിഗ്മ സിംഗിൾ ട്രാക്കിനകത്ത് സിഗ്മ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എ ബി സി എന്ന് പറയുന്ന
3 ആൽഫബറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ABC എന്നാണ് കൊടുക്കുക. പക്ഷേ ഇവിടെ നമ്മൾ മൾട്ടി ട്രാക്കിനകത്ത് ABC എന്ന് മാത്രം നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഫസ്റ്റ് കോളം എടുക്കുമ്പോൾ അതിനകത്ത് ഒരു എലമെൻ്റ് അല്ല, പകരം ഏത് എലമെൻറ്റാണ് ABC എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ട്. ദെൻ അടുത്തതെന്ന് പറയുന്നത് ACB ഉണ്ട്, ദെൻ BBC ഉണ്ട്. അതായത് അതുപോലെ ഒരുപാടെണ്ണം വരുന്നതാണ് നമ്മുടെ സിഗ്മ എന്ന് പറയുന്നത്. അതായത് ഒരു സിംഗിൾ ലെറ്ററിനെ അല്ലെങ്കിൽ സിംഗിൾ ഇൻഫർമേഷൻസിനെ നമ്മൾ എന്ത് ചെയ്തു, 3 കോളംസ് ഉള്ള ഒരു ഇൻഫർമേഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ ആ സിംഗിൾ 3 ഇതിൽ വരുന്ന ഇൻഫർമേഷൻസിൻ്റെ എല്ലാ കോമ്പിനേഷൻസും എഴുതണം. അപ്പോൾ അങ്ങനെ വരുന്ന ആൽഫബറ്റ്സ് ആണ് നമുക്ക് മൾട്ടി ട്രാക്കിനകത്ത് വരിക. അപ്പോൾ എപ്പോഴും മൾട്ടി ട്രാക്കിനകത്ത് 3 എഴുതിയെന്ന് വെച്ചാൽ 3 ട്രാക്കേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ് 3 എഴുതിയത്. 4 ഇൻഫർമേഷൻസ് എഴുതിയ ABCD എന്ന് എഴുതി കഴിഞ്ഞാൽ മൾട്ടി ട്രാക്കിനകത്ത് മൊത്തത്തിൽ 4 ട്രാക്കുകളുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതിൻ്റെ എല്ലാ കോമ്പിനേഷൻസും കൂടിയാണ് അതിൻ്റെ ആൽഫബറ്റ്സ് രൂപത്തിൽ നമ്മൾ എഴുതുന്നത്. അവിടെ കറസ്പോണ്ടിങ് നമ്മുടെ ഡാറ്റ ഇൻഫർമേഷൻസ് മൾട്ടി ട്രാക്ക് സിംഗിൾ ട്രാക്കിൽ എഴുതുമ്പോഴുള്ള ട്രാൻസിഷനാണ് പറയുന്നത് ഡെൽറ്റ ഓഫ് Q0. നേരത്തെ നമ്മൾ A അല്ലെങ്കിൽ B അല്ലെങ്കിൽ C ആണ് സിംഗിൾ ട്രാക്കിൽ എഴുതുന്നത്. ഇവിടെ നമ്മുടെ മൾട്ടി ട്രാക്കിനെ സിംഗിൾ ആക്കുമ്പോൾ ആദ്യത്തെ കോളത്തിൽ വരുന്നത് അതുപോലെ എഴുതും. അതിങ്ങനെയാണ് എഴുതുക, = Q1, ചിലപ്പോൾ B എന്നാണ് നമുക്ക് വരുന്നതെങ്കിൽ ദെൻ ലെഫ്റ്റ് ഓർ റൈറ്റ്. ഈ രീതിയിലായിരിക്കും നമ്മൾ മൾട്ടി ട്രാക്കിനെ സിംഗിൾ ട്രാക്ക് രൂപത്തിൽ എഴുതുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ട് നമ്മളിങ്ങനെ എഴുതിയെന്ന് ചോദിച്ചാൽ മൾട്ടി ട്രാക്കിനകത്ത് നമ്മൾ 3 ട്രാക്ക് ഉള്ളത് പറഞ്ഞു. അതിനകത്ത് ABCയും BBCയും ഒക്കെ നമുക്ക് വാല്യൂസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളതിനെ സിംഗിൾ ട്രാക്കിൻ്റെ രൂപത്തിൽ എഴുതുമ്പോൾ ഒരു കോളത്തിൽ വരുന്നതെല്ലാം കൂടി ഒരുമിച്ച് ഒരു സിംഗിൾ വാല്യൂ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്തുകൊണ്ട് പെർഫോം ചെയ്യണം. അപ്പോൾ അസ്യൂം ചെയ്യുമ്പോൾ സിംഗിൾ എന്ന് പറഞ്ഞാൽ ABC സിംഗിൾ വാല്യൂ ആണ്. അപ്പോൾ അത് ട്രാൻസിഷൻ ചെയ്യുമ്പോൾ അതുപോലെയുള്ളൊരു സിംഗിൾ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഒന്നുകിൽ ലെഫ്റ്റിലേക്ക് അല്ലെങ്കിൽ റൈറ്റിലേക്കുള്ള ട്രാൻസിഷൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മൾട്ടി ട്രാക്കിനെ സിംഗിൾ ട്രാക്ക് ട്യൂറിംഗ് മെഷീനിലേക്ക് കൺവേർട്ട് ചെയ്യും. നമ്മൾ ഇതുവരെ പഠിച്ചതെല്ലാം സിംഗിൾ ട്യൂറിംഗ് മെഷീൻ, സിംഗിൾ ടേപ്പാണ് വരുന്നത്. ഇവിടെ മൾട്ടി ട്രാക്ക് എന്ന് പറയുമ്പോൾ ഒന്നിലധികം ടേപ്പുകൾ വരും. അത് നമ്മൾ എത്ര ടേപ്പ് യൂസ് ചെയ്യുന്നു അത്രയും ഇൻഫർമേഷൻസ് ആയിരിക്കും ആ ടേപ്പിനകത്ത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ട്രാക്കിൻ്റെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ടേപ്പ് യൂസ് ചെയ്യുന്നു അതാണ് ട്രാക്കിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ അതനുസരിച്ചാണ് ഒരു സിംഗിൾ ഇൻഫർമേഷൻസിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മൾട്ടി ട്രാക്കിനെ സിംഗിൾ ട്രാക്ക് അല്ലെങ്കിൽ മൾട്ടി ടേപ്പിനെ സിംഗിൾ ടേപ്പായിട്ട് നമ്മൾ ഈക്വലൻ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ സാധാരണഗതിയിൽ ഒരു സെല്ലിനകത്ത് ഒരു ഇൻഫർമേഷനെ എഴുതത്തുള്ളൂ സിംഗിൾ ടേപ്പിനകത്ത്. മൾട്ടി ട്രാക്ക് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ട്രാക്കുകളുണ്ട് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടേപ്പുകളുണ്ട്. അതിനകത്ത് ഓരോ സെല്ലിനകത്തും ഡിഫറെൻറ്റ് ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കോളം മൊത്തത്തിലെടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് എത്ര ടേപ്പ് ഉണ്ടോ അത്രയും ഇൻഫർമേഷൻസ് വരും. അപ്പോൾ ഈ കേസിൽ ഞാൻ 3 പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കോളം എടുത്തു കഴിഞ്ഞാൽ 3 സെല്ലുകൾ വരും. വെർട്ടിക്കലായിട്ട് 3 സെല്ലുകൾ വരും. ആ 3 സെല്ലുകളിൽ 3 ഇൻഫർമേഷൻസ് ഉണ്ട്. അത് നമ്മൾ സിംഗിൾ ടേപ്പിലേക്ക് മാറ്റുമ്പോൾ ആ 3 ഇൻഫർമേഷൻസും കൂടി ഒരു സെല്ലിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. ഈ സിംഗിൾ ടേപ്പിനകത്ത് സിംഗിൾ സെല്ലാണ് സിംഗിൾ ഇൻഫർമേഷനെ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ മൾട്ടിയിനകത്തുള്ള ആ 3 കൂടി ചേർത്ത് എങ്ങനെ എഴുതും, നമ്മളത് ഇതേമാതിരി ABC എന്ന് ഒരുമിച്ച് ഒരു കോളത്തിനകത്ത് എഴുതും. അവിടെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് എഴുതാൻ പറ്റാത്തത്, നമ്മൾ സിംഗിൾ ട്രാക്ക് അല്ലെങ്കിൽ സിംഗിൾ ടേപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ കറസ്പോണ്ടിങ് ഓരോ കോളം വേസും നമ്മൾ സിംഗിൾ ടേപ്പിനകത്ത് ഒരു കോളമായിട്ട് അല്ലെങ്കിൽ ഒരു സെല്ലായിട്ട് മാറ്റിയായിരിക്കും ഇൻഫർമേഷൻസ് എഴുതുക. ഇതാണ് മൾട്ടി ട്രാക്ക് ട്യൂറിംഗ് മെഷീൻ. നമ്മൾ ട്യൂറിംഗ് മെഷീൻ പഠിച്ചു, യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ പഠിച്ചു, ദെൻ കറസ്പോണ്ടിങ് അതിൻ്റെ മൾട്ടി ടേപ്പ് ട്യൂറിംഗ് മെഷീൻസ് പഠിച്ചു. ദെൻ നെക്സ്റ്റ് ഇസ് മൾട്ടി ട്രാക്ക് ട്യൂറിംഗ് മെഷീൻസ്. അപ്പോൾ മൾട്ടി ട്രാക്കിനെ സിംഗിൾ ട്രാക്ക് അല്ലെങ്കിൽ സിംഗിൾ ടേപ്പ് ട്യൂറിംഗ് മെഷീനിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യുമെന്ന് ചോദിച്ചതാണ് ഈ പറഞ്ഞത്. എന്ത് ചെയ്യും, ഓരോ ട്രാക്കിലുള്ള ആ സെയിം കോളത്തിലെല്ലാം കൂടി വരുന്നതിനെ ഒരുമിച്ച് നമ്മൾ ABC എന്ന് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു സെല്ലിനകത്ത് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി, സിംഗിൾ ടേപ്പ് അല്ലെങ്കിൽ സിംഗിൾ ട്യൂറിംഗ് മെഷീനായി. ഓക്കെ, അപ്പോൾ ഈ രീതിയിലായിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും.